നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി ജ്യോതിഷ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ആദ്യത്തെ വാരാഹി പൂജ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് എന്താണ് പഞ്ചമി നാളിൽ വാരാഹി ദേവിയെ എങ്ങനെ പൂജിക്കാം, എന്തെല്ലാം പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത്, വാരാഹി ദേവി എന്ന ആരാണ്, അമ്മയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അമ്മയെ പ്രാർത്ഥിച്ചാൽ എന്തെല്ലാം ഗുണങ്ങൾ കിട്ടും, ഈ വക കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്രവുമല്ല, ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങൾ സന്ദർശിക്കാറുള്ള ഒരാളാണ്. അടുത്ത ദിവസം തന്നെ പഴനിയിൽ പോകുന്നു, മാഷാണിയമ്മൻ കോവിലിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓരോ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഞാനിങ്ങനെ ക്ഷേത്രങ്ങൾ സന്ദർശനം നടത്തുന്ന ആളാണ്. ക്ഷേത്രങ്ങളിൽ പോകുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യപ്പെട്ട ഞാൻ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കാര്യം നടക്കുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സ്, അതായത് കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് പ്രാർത്ഥന ചെയ്യുവാൻ എനിക്ക് സാധിക്കും. ഞാനൊരു ക്ഷേത്രത്തിൽ പോയാൽ ഓടി വരാറില്ല. കുറേ സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോരുക. എപ്പോഴും എൻ്റെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കും ഫലം കിട്ടും എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒക്കെ നിങ്ങളുടെ അത്യാവശ്യ കാര്യവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അതിനനുസരിച്ച് ഞാൻ പൂജ ചെയ്യുന്ന ആളാണ്. ഒരുപാട് പൂജകൾ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമാർച്ചന ചെയ്യും, വിഷ്ണു സഹസ്രനാമാർച്ചന ചെയ്യും, വാരാഹി ദേവിക്ക് വെളുപ്പിനെ പൂജ ചെയ്യുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ പൂജയിലേക്ക് നിങ്ങളും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള നിങ്ങൾ എന്നോട് സഹകരിച്ച് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുക. നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാം. ഏറ്റവും പ്രധാനമായി വാരാഹി ദേവി ആരാണ് എന്ന് ചോദിച്ചാൽ, സപ്തമാതൃക്കൾ, ദേവി മഹാത്മ്യം എന്ന പുസ്തകം വായിച്ചിട്ടുള്ളവർ, ദേവി മഹാത്മ്യ കഥകൾ അറിയുന്നവർ, ദേവി മഹാത്മ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഏതൊരാൾക്കറിയാം, ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിൽ ദേവിയെ സഹായിക്കുന്നതിനായി സൃഷ്ടിക്കപ്പെട്ടവരാണ് അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ടവരാണ് 6 അമ്മമാർ. സപ്തമാതൃക്കളിൽ നിന്ന് പിന്നീടാണ് വന്നത്. ആദ്യം ബ്രഹ്മണി, വൈഷ്ണവി, മാഹേശ്വരി, അതുപോലെ കൗമാരി, വാരാഹി, ഇന്ദ്രാണി. അങ്ങനെ 6 പേരെയാണ്. അതിൽ 5ാമത്തെ ആളാണ് വാരാഹി ദേവി. 6 പേരെ നിയോഗിച്ചു. യുദ്ധത്തിൽ അവർ ഒരുപാട് സേനയുമായിട്ട് ഭയങ്കര യുദ്ധത്തിൽ പങ്കെടുക്കുകയും ഭഗവതിയെ യുദ്ധത്തിൽ ജയിക്കുന്നതിന് വേണ്ടി ഒരുപാട് ശ്രമിക്കുകയും അങ്ങനെ അവസാനം ഭഗവതി യുദ്ധത്തിൽ ജയിക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഒരവസരത്തിൽ പിന്നെ ഈ 6 അമ്മമാർക്കും സാധിക്കാതെ വന്നപ്പോൾ ശിവഭഗവാന്റെ തിരുനെറ്റിയിൽ നിന്നും കാളീദേവിയെ വരികയും അമ്മ രക്തബീജനെ വധിക്കുന്നതിന് ആ രക്തം മുഴുവൻ നിലത്ത് വീഴുന്ന ഓരോ തുള്ളി രക്തവും പാനം ചെയ്തുകൊണ്ട് ആ രക്തബീജനെ ഇങ്ങനെ വീണ്ടും വീണ്ടും പുനർജനിക്കുന്ന ആ ഒരവസ്ഥ ഇല്ലാതാക്കി ആ യുദ്ധത്തിൽ ദേവിയെ സഹായിച്ചതുകൊണ്ട് അമ്മയ്ക്ക് ചാമുണ്ഡി എന്ന് പേര് വരികയും അങ്ങനെ സപ്തമാതാക്കൾ 7 പേരായി. ആദ്യം 6 പേരായിരുന്നു, പിന്നെ 7 പേരായി. ഇതിൽ 5ാമത്തെ സ്വരൂപമാണ് വരാഹത്തിൻ്റെ. അതായത് നമുക്കറിയാം, ഹിരണ്യകശിപു ഇതിനെ ഭൂമിയെ വെള്ളത്തിലേക്ക് എടുത്തിട്ടപ്പോൾ, സമുദ്രത്തിലേക്ക് പതിപ്പിച്ചപ്പോൾ തൻ്റെ സ്വന്തം തേറ്റുകൊണ്ട് ഭഗവാൻ വിഷ്ണു വരാഹ രൂപം എടുത്തുകൊണ്ട് ഭൂമിയെ ഇങ്ങനെ തൻ്റെ തേറ്റുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്നു. അന്ന് അദ്ദേഹം എടുത്തത് വരാഹ രൂപമായിരുന്നു. വരാഹം എന്ന് പറഞ്ഞാൽ പന്നിയുടെ രൂപത്തിലാണ്, തേറ്റയൊക്കെ ഉള്ള പന്നിയുടെ രൂപത്തിൽ വന്ന് ആ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നു. അന്ന്
അതിന് സഹായിച്ചത്, വിഷ്ണു ഭഗവാനെ സഹായിച്ചത് വാരാഹി ദേവിയാണ്. അപ്പോൾ ഭൂമിയുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങൾക്കും അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഉടനടി ഫലം കിട്ടുമെന്ന് പറയും. ഭൂമി കച്ചവടത്തിൻ്റെ കാര്യങ്ങൾക്ക്, അതുപോലെ ഭൂമി സംബന്ധമായ വീടുകളില്ലാത്തവർക്ക് വീടുണ്ടാവുന്നതിന്, കഷ്ടതകൾ മാറുന്നതിന്, പെട്ടെന്ന് അമ്മ ഭയങ്കര കാട്ടുപന്നി സ്വരൂപമാണെങ്കിലും ഭയങ്കര നിർമ്മല ഹൃദയമാണ്, വലിയ കരുണാമയിയാണ്. അപ്പം അങ്ങനെയുള്ള സേനാനായികയുമാണ്, അഷ്ടലക്ഷ്മിയുടെ താന്ത്രിക രൂപമാണ്, സേനാനായികയാണ്, കുണ്ഡലിനി ശക്തി വളർത്തുന്നതിന് നമ്മളെ സഹായിക്കുന്ന ദേവിയാണ്, പണ്ഡിതന്മാർക്കൊക്കെ എല്ലാ ജ്ഞാനം നൽകുന്ന അമ്മയാണ്, എല്ലാ നമ്മുടെ ഇഷ്ടകാമങ്ങളെല്ലാം സാധിച്ചിരുന്ന ദേവിയാണ്, അഷ്ടദാരിദ്ര്യങ്ങളും മാറ്റുന്ന അമ്മയാണ്, ചണ്ടനെ മുണ്ടനെയൊക്കെ വധിക്കാൻ സഹായകമായിട്ടുള്ള അമ്മയാണ്. അതുകൊണ്ട് ഒരു മാതൃവാത്സല്യത്തോടുകൂടി ശരിക്കും നമ്മൾ പെറ്റമ്മയോട് കാര്യങ്ങൾ പറയുന്നത് പോലെ വരാഹി ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട്, പക്ഷെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം രാത്രി സമയത്ത് അമ്മയെ വിളിക്കുന്നതാണ്. കാരണം പകൽ അമ്മയ്ക്ക് ഇഷ്ടമല്ല. പകൽ അമ്മ വിളിച്ചാൽ അമ്മയ്ക്ക് അതൊരു ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചുണർത്തുന്നത് പോലെ ഇരിക്കും. അതുകൊണ്ട് വരാഹി ദേവിയെ പകല് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ജപിക്കുന്നവരെ, ഉപാസന ചെയ്യുന്നവരെ, ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോരോ മന്ത്രം പറഞ്ഞുകൊണ്ട്, അമ്മയ്ക്ക് പല പേരുകളാണ്. നമ്മൾ വാരാഹി ദേവിയെ നമ എന്ന് പറയാറുണ്ട്, പിന്നെ വജ്രകോശം വാരാഹി ദേവിയെ നമ എന്ന് പറയാറുണ്ട്, പിന്നെ സമയേശ്വരിയാണ്, ദണ്ഡനാഥയാണ്, അതുപോലെ പഞ്ചമി ദേവിയാണ്, പഞ്ചുരുളിയാണ്, അതായത് 5ാമത്തെ ദേവിയാണ്. പഞ്ചമി വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്, പഞ്ചുരുളിയാണ്. ഒരുപാട് പേരുകൾ അമ്മയ്ക്കുണ്ട്. ആ ഓരോ പേര് വിളിച്ചും നമ്മൾ അർച്ചനകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുമ്പോൾ രാത്രി സമയത്ത് 9 മണിക്ക് ശേഷം 12 മണി വരെയുള്ള സമയമാണ് അമ്മയെ പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും നല്ല സമയം. കലികാലത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം തരുന്ന മക്കളെ പോലെ, സ്വന്തം കുഞ്ഞുങ്ങളുടെ ഒരു ആവശ്യം എന്താണ് അതുപോലെ നമ്മൾ പറയുന്ന എല്ലാ ആവശ്യങ്ങളും ഏറ്റെടുത്ത് നമ്മൾക്ക് അതിൽ ആ പ്രശ്നങ്ങളെ മനസ്സിലാക്കിയ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ സഹായിക്കുന്ന അമ്മയാണ് വരാഹി ദേവി. അപ്പം ഈ അമ്മയെ പല നാമങ്ങൾ പറഞ്ഞ് വിളിക്കുന്നത് പോലെ അമ്മയെ പ്രാർത്ഥിക്കുന്നതിനുമുണ്ട്. വടക്കോട്ട് വിളക്ക് കത്തിച്ചു വെച്ച്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വടക്കോട്ടിരുന്നാണ് ശരിക്കും അമ്മയെ പ്രാർത്ഥിക്കേണ്ടത്. വടക്കോട്ട് തിരി കത്തിച്ച് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിയിട്ട് കത്തിച്ച് പ്രാർത്ഥിക്കാം. അത് ഏറ്റവും ഐശ്വര്യമാണ്. വടക്ക് ദിക്ക് കുബേരൻ്റെ മൂലയായതുകൊണ്ട് വടക്കോട്ടിരുന്ന് ഈ വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ അനുഗ്രഹവും തരും. കാരണം മഹാലക്ഷ്മിയുടെ, അഷ്ടലക്ഷ്മി സ്വരൂപിണിയായ മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപമാണ്. എത്ര സമ്പത്ത് ചോദിച്ചാലും അമ്മ തരാൻ തയ്യാറാണ്. പക്ഷേ നമ്മളുടെ ആവശ്യം സത്യസന്ധമായിരിക്കണം. നമ്മൾ അമ്മയോട് അപേക്ഷിക്കണം. എത്രമാത്രം ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നോ അത്രമാത്രം നമുക്ക് ഫലം കിട്ടും. ഈ 2025 പിറന്ന ഈ സമയത്ത് മാർച്ചൊക്കെ ആവുമ്പോഴേക്കും പലർക്കും പലതരത്തിലുള്ള ലോണുകളും അടവുകളും ഒക്കെ ഉണ്ട്. അടച്ചില്ലെങ്കിൽ പ്രശ്നങ്ങളാവും, വീട് ജപ്തിയായി പോകും, കടമടച്ചില്ലെങ്കിൽ സിബിൽ ഒരുപാട് പുറകായി, പിന്നെ ഒരിക്കലും ഒരു ലോൺ കിട്ടില്ല. അങ്ങനെ ഒരുപാട് വിഷമിക്കുന്നവരുണ്ട്. കടം മാത്രമല്ല, മറ്റ് വീട് വിൽക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇവരൊക്കെ സത്യത്തിൽ സമ്പന്നരാണ്. പക്ഷേ സമ്പന്നത ഉണ്ടായിട്ട് ക്രയവിക്രയങ്ങൾ നടക്കാത്തതുകൊണ്ട് ബിസിനസ്സിലൊക്കെ പണം എറിയാൻ പണമില്ല. പണം എറിഞ്ഞാലല്ലേ പണം നേടാൻ പറ്റുള്ളൂ. അപ്പം ഭൂമിയുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാം. കുറേ വർഷങ്ങളായിട്ട് ഭൂമി കച്ചവടം നടക്കാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. പല പൂജകളും പല പ്രാർത്ഥനകളും ചെയ്തിട്ടും ഫലിക്കാതെ വിഷമിക്കുന്നവർ പൂജയും പ്രാർത്ഥനയും ഒക്കെ നിർത്തിയിട്ട്, പൂജകളൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ അമ്മയെ ആശ്രയിക്കുന്നവർ ഒരുപാട് പേര് എനിക്കറിയാം. ആശ്രയിക്കുന്നവർക്കൊക്കെ ഒരു പരിധി വരെ ഫലം കിട്ടിയിട്ടുമുണ്ട്. ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി പഞ്ചമി ദിവസം വരാൻ കാത്തിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ പഞ്ചമി വരുന്നത്, അത് വെളുത്ത പഞ്ചമി, അതായത് ശുക്ലപക്ഷ പഞ്ചമി വരുന്നത് 4/1/2025 ശനിയാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും മനസ്സറിഞ്ഞ് അന്ന്, കാരണം പിറ്റേ ദിവസം ഷഷ്ടിയും കൂടെ ആയതുകൊണ്ട് പഞ്ചമി ദിവസം വ്രതം എടുത്താൽ
അത്രയും നല്ലതാണ് നോൺ വെജൊക്കെ കഴിക്കാതെ അരിയാഹാരമൊന്നും അധികം ഒരു നേരം വേണമെങ്കിൽ കഴിച്ചിട്ട് വളരെ, കാരണം ഷഷ്ടി തിഥിയും കൂടിയാണല്ലോ പിറ്റേ ദിവസം. അതുകൊണ്ട് അന്ന് പഞ്ചമി ദേവിയെ പൂജിക്കുന്നതിനായി എല്ലാവരും തയ്യാറാകുക. ഒരു വിളക്ക് കത്തിച്ച് വെച്ച്, അമ്മയ്ക്ക് മാത്രമായിട്ടൊരു വിളക്ക്, കാരണം സന്ധ്യാപ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയ്ക്ക് പൂജ ചെയ്യുന്നത്. ദേവിക്ക് പ്രിയപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് ചൊവ്വാഴ്ച വളരെ പ്രിയപ്പെട്ടതാണ്, വെള്ളിയാഴ്ചകളിൽ പൂജ ചെയ്യുന്നത് ഇഷ്ടമാണ്, ശനിയാഴ്ചകളിൽ പൂജ ചെയ്യുന്നത് ഇഷ്ടമാണ്, അമാവാസി നാളിൽ പൂജ ചെയ്യുന്നത് ഇഷ്ടമാണ്, പൗർണമി നാളിൽ പൂജ ചെയ്യുന്നത് ഇഷ്ടമാണ്, അഷ്ടമി തിഥിയിൽ പൂജ ചെയ്യുന്നത്, അത് ശുക്ലപക്ഷ അഷ്ടമിയായാലും കൃഷ്ണപക്ഷ അഷ്ടമിയായാലും പൂജ ചെയ്യുന്നത് അമ്മയ്ക്ക് ഇഷ്ടമാണ്. അതുപോലെ പഞ്ചമി, കറുത്ത പഞ്ചമി ആയിക്കോട്ടെ വെളുത്ത പഞ്ചമി ആയിക്കോട്ടെ, പഞ്ചമി നാളിൽ പൂജ ചെയ്യുമ്പോൾ വലിയ വിശേഷമാണ്. ക്ഷേത്രങ്ങളിൽ, വാരാഹി ദേവിയുടെ ക്ഷേത്രങ്ങളിലെല്ലാം പഞ്ചമിക്ക് പ്രത്യേകം 5 തരം ദീപങ്ങൾ തെളിച്ചുള്ള പ്രാർത്ഥനയുണ്ട്. കലപ്പ അമ്മയുടെ ഒരു ആയുധമാണ്. കലപ്പ അമ്മ മണ്ണിൽ ആണല്ലോ, മണ്ണുമായിട്ടാണ് കൂടുതൽ വന്നത്. ഭൂമിയുമായി ഒരുപാട് വന്ന് ഇങ്ങനെ ചൂഴ്ന്ന് ഭൂമിയിലേക്ക് ചൂഴ്ന്നിറങ്ങിയിട്ട് അമ്മയെല്ലാം കണ്ടെത്തുന്നത് പോലെയാണ് നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ അമ്മ സഹായിക്കും. അതുകൊണ്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവര് പഞ്ചമി വാരാഹി ദേവിയുടെ ക്ഷേത്രത്തിൽ, ഇപ്പോൾ വള്ളൂർ ആലുംതാഴത്ത് പഞ്ചമി ദേവിയുടെ ക്ഷേത്രമുണ്ട്, അവിടെ 4-ാം തീയതി വളരെ വിശേഷമാണ്. കലപ്പ, ഇങ്ങനെ ഒരു തട്ടത്തിൽ കലപ്പ എടുത്തു വച്ചിട്ട് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ച്, വളരെ ചുരുങ്ങിയ പൈസയേ ഉള്ളൂ, അവിടെ പോയി അത് ചെയ്ത് പ്രാർത്ഥിക്കുക. അവിടെ തെയ്യമൊക്കെ ഉള്ളതാണ്, അന്നദാനമൊക്കെയുള്ള നല്ല, വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ആ അമ്മയുടെ ഭാവമാണ് അവിടെയുള്ളത്. ഒരുപാട് പേര് അവിടെ പോയിട്ട് അവർക്ക് അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ വിവരമാണ്. എന്തായാലും അമ്മയെ പോയി കാണാൻ തൃശ്ശൂർ അടുത്തുള്ളവർക്കൊക്കെ 4-ാം തീയതി അവിടെ പോയി ദർശനം നടത്താം. അവിടെ പോകാൻ പറ്റാത്തവർ വാരാഹി ദേവിയെ മനസ്സിൽ പ്രാർത്ഥിച്ച് നമുക്ക് 4-ാം തീയതി പൂജ ചെയ്യാം. പൂജ ചെയ്യാൻ ഓരോ മന്ത്രങ്ങളുണ്ട്. പറഞ്ഞില്ലേ, അമ്മയ്ക്ക് ഒരുപാട് പേരുള്ളത് കൊണ്ട് പഞ്ചമി ദേവിയെ നമോ നമ എന്ന് പറഞ്ഞാലും ഓം ചേർത്തിട്ട്, ഇപ്പം നമ്മൾ വജ്രഘോഷം എന്നാണ് എപ്പോഴും മുഴങ്ങിക്കേൾക്കുന്ന, എല്ലാവരും പറയുന്നത് വജ്രഘോഷം 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 എന്നാണ്. അതൊരു വാക്കാണ്. അപ്പൊ അതിനെ ഒരു മന്ത്രരൂപത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു നാമരൂപത്തിലാക്കി കിട്ടിയാൽ നമുക്ക് ഓം വജ്രഘോഷായ നമ, വജ്രഘോഷായ നമ എന്ന് വേണേ പറയാം. ഇനി വജ്രഘോഷം എന്നാണെങ്കിലോ ഓം വജ്രഘോഷായ നമ, അത് ഇത്തിരി ശക്തിയാണ്. കാരണം വജ്രഘോഷം എന്ന് പറയുമ്പോൾ നമുക്ക് കടുത്ത ശത്രുദോഷങ്ങൾ കൊണ്ട് എന്ത് ബിസിനസ് ചെയ്താലും നമുക്ക് ശത്രുക്കൾ ഇടപെടൽ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ആ കൂട്ടത്തിലുള്ളവർ തന്നെയായിരിക്കും ശത്രു, അല്ലെങ്കിൽ നമ്മുടെ വിവരക്കേടായിരിക്കും നമ്മുടെ ശത്രു. അപ്പോൾ ആ ശത്രുദോഷമൊക്കെ മാറിയിട്ട് എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടായി നമ്മുടെ ബുദ്ധിക്ക് ഉണർവും ഉന്മേഷവും ഒക്കെ കിട്ടി നമുക്ക് നന്നായിട്ട് പ്രവർത്തനങ്ങൾ നന്നായി കൊണ്ടുപോകണമെങ്കിൽ ഓം വജ്രഘോഷായ നമ, ഓം വജ്രഘോഷായ നമ, ഓം വജ്രഘോഷായ നമ, ഓം വജ്രഘോഷായ നമ എന്ന് 108 പ്രാവശ്യം വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ഒരു പലകയിലിരുന്ന്, ചുമപ്പ് വസ്ത്രമൊക്കെ ധരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. സന്ധ്യയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ശുദ്ധമായിട്ട് ദീപം തെളിച്ച് കത്തിക്കാൻ പറ്റുന്നവർ ദീപം തെളിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. അല്ലാത്തവർ ദീപമൊന്നുമില്ലാതെ ശരിക്കും മനസ്സിൽ ഒരു 108 ഏലക്ക എടുത്തു വെച്ചിട്ട് ഓരോ ഏലക്ക ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ എണ്ണി 108 വെച്ചേക്കുക. ഓരോ ഏലക്ക എടുത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഓം വജ്രഘോഷായ നമഃ, ഓം വജ്രഘോഷായ നമഃ, ഓം വജ്രഘോഷായ നമ, അങ്ങനെ എണ്ണി വെച്ച് 108 പതുക്കെ പതുക്കെ മനസ്സിൽ അമ്മയുടെ രൂപത്തെ നല്ലോണം പതിച്ചുകൊണ്ട് കണ്ണടച്ച് ധ്യാനിച്ച് ഈ 108 ഏലക്കയും സമർപ്പിക്കും. അപ്പം നമുക്ക് തന്നെ അറിയാം നമ്മുടെ കുണ്ഡലീന ശക്തി ഇങ്ങനെ ഉണരുന്നതായിട്ട് നമ്മളിലൊരു വൈബ്രേഷനൊക്കെ വരും. കാരണം ഇത് ഉഗ്രമന്ത്രമാണ്. ഓം വജ്രഘോഷായ നമ എന്ന് പറയുമ്പോൾ ഭയങ്കര ശക്തിയാണ്, ഒരു രജോ ഗുണം ശരിക്കും നമ്മൾ ഉഗ്രതയാണ്. കാരണം ശത്രുവിനെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പം അതിന് ഉള്ള ഒരു എനർജി അവിടെ രൂപപ്പെടുകയും 108 പ്രാവശ്യം ജപിച്ചു കഴിയുമ്പോൾ ഇത് ഒരു ദിവസം കൊണ്ടല്ല, ചിലപ്പോൾ ആ ശത്രുതയുടെ കാഠിന്യം അനുസരിച്ചിട്ട് ചിലപ്പോൾ 90 ദിവസമൊക്കെ ജപിക്കേണ്ടി വരും. അതിന് പഞ്ചമി ദിവസം മാത്രമല്ല,
ഒരു നിവൃത്തിയുമില്ല, രക്ഷപ്പെടാൻ ഇനി മറ്റൊന്നും എനിക്കറിയില്ല, ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി എനിക്ക് രക്ഷപ്പെട്ടേ മതിയാവൂ എന്ന് വിശ്വസിക്കുന്നവർ ശത്രുദോഷമാണ് നിങ്ങളുടെ അടിസ്ഥാന കാരണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും ഇരുന്ന് ശമ്പരം പിടിഞ്ഞിരുന്ന് നമ്മളെ കൊണ്ടുവരുന്ന ഇങ്ങനെ നേരെ ഇരുന്ന് കുണ്ടലിനി ശക്തിയൊക്കെ ഉണരത്തക്കവണ്ണം ഒരു 108 ഏലക്ക ഉപയോഗിച്ച ഏലക്ക വീണ്ടും വീണ്ടും ഉപയോഗിക്കും. കാരണം ഇത് എണ്ണാൻ ഉപയോഗിക്കുന്നു എന്നുള്ളത്, നമ്മൾ അർച്ചനയല്ല, എണ്ണാൻ ഉപയോഗിക്കുന്നു, ഇങ്ങനെ എടുത്തു വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു 108 ഏലക്കയോ ഇഷ്ടമുള്ള മുത്തുമണികളോ കവടികളോ എന്ത് വേണമെങ്കിലും നമ്മൾക്ക് എണ്ണ തെറ്റാത്ത വിധത്തിൽ 108 എണ്ണം എടുത്തു വെച്ചുകൊണ്ട് ഓം വജ്രഘോഷായ നമ. അപ്പൊ അതിന് ഭയങ്കര ശക്തിയാണ്. അങ്ങനെ ഒരു 108 ദിവസം തന്നെ ജപിച്ചോളൂ. ജപിച്ച് ഫലം കിട്ടി തുടങ്ങുമ്പോൾ നിർത്തരുത്. കാരണം അവിടുന്ന് ശത്രുദോഷങ്ങളെല്ലാം മാറി ശത്രുക്കളെല്ലാം മിത്രങ്ങളായി വന്ന് നമുക്ക് നന്മകൾ വരാൻ അത് സാധിക്കും. അത് പഞ്ചമി നാളിൽ തന്നെ തുടങ്ങും. ഇപ്പം ഏറ്റവും അടുത്ത് തുടങ്ങാവുന്നത് ശനിയാഴ്ചയുമാണ്. ശനിദോഷം കൊണ്ടോ കഷ്ടതകൾ കൊണ്ടോ ശത്രുദോഷം കൊണ്ടോ എന്തൊക്കെയോ നെഗറ്റീവ്സ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, സ്ഥലത്തിൻ്റെ ദോഷം കൊണ്ടാവും, സ്ഥാപനങ്ങളുടെ എന്തെങ്കിലും വാസ്തുദോഷമൊക്കെ ആണെങ്കിൽ ഇത് ചൊല്ലുക. അല്ല, ഇനി നമുക്കിനി വേണം. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് കാര്യം സാധിക്കണം. പക്ഷെ നമുക്ക് സാത്വികമായിട്ട് മതി. അപ്പോൾ എന്നും നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, വല്ല മധുരക്കിഴങ്ങൊക്കെ പൊഴിഞ്ഞ് അമ്മയ്ക്ക് വെച്ച് ഒരു വിളക്കൊക്കെ കത്തിച്ച് ചന്ദ്രൻ പിടിഞ്ഞിരുന്നു 9 മണിക്കും 12 മണിക്കുള്ള സമയത്ത് മറ്റാരുടെ ശല്യമില്ലാതെ ഇരുന്ന് വളരെ സൗമ്യമായി ഓം വജ്രകോശായ നമ, ഓം വജ്രകോശായ നമ. ഇവിടെ അഘോഷം എന്നുള്ള ഘോ എന്നുള്ള ഇത് മാറി ഓം വജ്രഘോഷം എന്ന് പറയുമ്പോൾ ആ ഒരു മുഴങ്ങലുണ്ട്. ഇവിടെ വജ്രകോശായ നമ, ഓം വജ്രകോശായ നമ, ഓം വജ്രകോശായ നമ, ഓം വജ്രകോശായ നമ എന്നിങ്ങനെ അതും ഇതുപോലെ തന്നെ 108 ഏലക്കോ 108 മുത്തുമണികളോ എടുത്തു വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും നല്ല ഫലം കിട്ടും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് പെട്ടെന്ന് കാര്യം സാധിക്കും. അപ്പം എല്ലാ ദിവസവും ഇനിയിപ്പോൾ 9-നും 12-നും മറ്റ് ജോലി, ഷിഫ്റ്റ് ജോലി, നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ വെളുപ്പിന് 4 മണിക്കും 6 മണിക്കും ഇടയ്ക്കുള്ള സമയം ബ്രഹ്മമുഹൂർത്തം ഏറ്റവും ശുദ്ധമാണ്. നേരത്തെ ഉറങ്ങുന്നവർക്ക് നേരത്തെ എഴുന്നേറ്റിരുന്ന 4 മണിക്കും 6 മണിക്കും ഇടയ്ക്കുള്ള സമയം 5 മണിയാകുമ്പോൾ കുളിച്ചൊക്കെ വന്നിട്ട് ഒരു അരമണിക്കൂർ ശാന്തമായി എല്ലാ ദേവതകളും ഇങ്ങനെ ഉണർന്നിരിക്കുന്ന എല്ലാവരും ഐശ്വര്യം തരാനിരിക്കുന്ന സമയത്ത് ഈ അമ്മയെ വിളിച്ചിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കൂ. തീർച്ചയായിട്ടും പൂർണ്ണ ഫലം കിട്ടും. ഓം വജ്രകോശായ നമ, ഓം വജ്രകോശായ നമ, ഓം വജ്രകോശായ നമ, ഓം വജ്രകോശായ നമ, ഓം വജ്രകോശായ നമ എന്ന് പ്രാർത്ഥിക്കുക. അതിൻ്റെ കൂടെ എഴുതിയാൽ കൂടിയും നല്ലതാണ്. 108 പ്രാവശ്യം ഈ ജപമൊക്കെ കഴിഞ്ഞിട്ട് തെറ്റിപ്പോയിട്ടുണ്ടോ 108 ആയിട്ടുണ്ടോ എന്നൊക്കെ സംശയം വരുവാണെങ്കിൽ 108 പ്രാവശ്യം എഴുതുകയും കൂടെ ഒരു ബുക്കിൽ ഓരോ ദിവസവും മാറിപ്പോകാതിരിക്കാൻ 108 പ്രാവശ്യം വജ്രകോശായ നമ എന്ന് എഴുതുക. പിന്നെ നമുക്ക് ചെയ്യാവുന്നത്, ഇനി ഈ ശരീരത്തിനൊക്കെ വല്ലാത്ത അസ്വാസ്ഥ്യം, രോഗങ്ങൾ കൊണ്ട് വലയുന്ന ശാരീരിക അസ്വാസ്ഥ്യമുള്ളവർക്ക് ഈ വജ്രകോശം എന്നുള്ളതിന് പകരം വജ്രകേശായ നമ എന്നാക്കിയാൽ മതി. ഓം വജ്രകേശായ നമ, ഓം വജ്രകേശായ നമ, ഓം വജ്രകേശായ നമ. എൻ്റെ ആരോഗ്യമൊക്കെ വല്ലാതെ ക്ഷീണിച്ച് അവശയായിട്ടാണ്. എനിക്ക് പരിപൂർണ ആരോഗ്യം തരണേ അമ്മേ. നമ്മുടെ ശബ്ദമൊക്കെ ഇങ്ങനെ പതറി തുടങ്ങി. ഇനി നമുക്കൊന്ന് ഫുൾ പവർ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഓം വജ്രകേശായ നമ എന്നും ചൊല്ലാം. അപ്പോൾ വജ്രകോശം എന്ന വാക്ക് നമ്മൾ 3 രീതിയിൽ ഉപയോഗിക്കുമ്പോൾ 3 തരത്തിലുള്ള ഫലങ്ങളാണ് കിട്ടുന്നത്. എന്ത് ആണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ച് വെളുപ്പിന് 4 മണി മുതൽ 6 മണി വരെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 9 തൊട്ട് 12 വരെ ആയിക്കോട്ടെ. ഞാൻ എന്നും ജപിക്കുന്നത് 4 മണിക്കും 6 മണിക്കും ഇടയ്ക്കുള്ള സമയത്താണ്. കാരണം ഞാൻ രാത്രി നേരത്തെ ഉറങ്ങുന്ന ആളാണ്. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ ആഗ്രഹം തന്നെ സാധിക്കുന്നതിനനുസരിച്ചിട്ട് പ്രാർത്ഥന ചെയ്യും. ഞാൻ ഏലക്ക മണിയും മധുരക്കിഴങ്ങ് പുഴുങ്ങിയതാണ് അധികവും ഉപയോഗിക്കാറ്. ചിലപ്പോൾ തേങ്ങാക്കൊത്തും വെൻപയറും ഒക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കും. ഞാൻ വടക്കോട്ട് വിളക്ക് കത്തിച്ച് വെച്ച് വടക്കോട്ടിരുന്നാണ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ കിഴക്കോട്ട് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് വടക്കോട്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരി കത്തിച്ച് വെച്ചിട്ട് വടക്കോട്ടിരിക്കും. അപ്പം എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ഈ പഞ്ചമി നാളിൽ 2025 നമ്മൾ ഒരു പുതിയ
മന്ത്രം കൂടി നമുക്കൊന്ന് പഠിക്കാം. പല വീഡിയോകളിൽ നിന്നും കേട്ട് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും, പ്രയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, ആദ്യമായി കേൾക്കുന്നവർക്കാണെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യക്ഷ ഫലമാണ്. കല്യാണം മുടങ്ങിയവർക്ക് കാര്യങ്ങൾ നടക്കാൻ, സാമ്പത്തിക കെട്ടുകളുള്ളവർക്ക്, മറ്റ് അമ്മയെ എല്ലാ ആവശ്യത്തിനും നമുക്ക് അമ്മയെ ആശ്രയിക്കാം. അമ്മ സപ്തമാതൃക്കളിൽ ഒരാളാണ്. അപ്പോൾ നമുക്ക് കുങ്കുമം, നമ്മൾ സാധാരണ തൊടുന്ന, സ്ത്രീകൾ സാധാരണ തൊടുന്ന കുങ്കുമം എടുത്തുകൊണ്ട്, മോതിര വിരൽ എന്ന് പറഞ്ഞാൽ അണിവിരൽ എന്നാണ്, പണിയാനുള്ള വിരലാണ്. മോതിരം അണിയാൻ മാത്രമല്ല, ശരീരം തൊട്ട് തൊടാനൊക്കെയുള്ള ആ മോതിര വിരലിൽ അല്പം കുങ്കുമം ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഓം ഓം എന്നുള്ളത് പ്രണവമന്ത്രം. ഹ്രീം ഹ്രീം എന്ന് പറഞ്ഞാൽ ശക്തിയാണ്. ഓം ഹ്രീം ഉഗ്രവാരാഹ്യേ, കടതയാണ്. ഓം ഹ്രീം ഉഗ്രവാരാഹ്യേ വജ്രഘോഷേ കാമേശി കാമവരദേ നമോ നമഃ. ഓം ഹ്രീം ഉഗ്രവാരാഹ്യേ ഓം ഹ്രീം ഉഗ്രവാരാഹ്യേ വജ്രഘോഷേ കാമേശി കാമവരദേ നമോ നമഃ. ഓം ഹ്രീം ഉഗ്രവാരാഹ്യേ വജ്രഘോഷേ കാമേശി കാമവരദേ നമോ നമഃ. അങ്ങനെ ഒരു 148 പ്രാവശ്യം മുടങ്ങാതെ, അതുപോലെ 148 ഏലക്കയോ മുത്തോ എന്ത് ജപിക്കാനുള്ള ജപമുത്തോ എടുത്ത് വെച്ചുകൊണ്ട്, ചെറിയ രുദ്രാക്ഷമൊക്കെ കിട്ടും, അതെടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് പഠിക്കാൻ. ഇത്തിരി തെറ്റ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓം ഹ്രീം ഉഗ്രവാരാഹ്യേ, ആ വാരാഹി ദേവിയുടെ വാരാഹ്യേ എന്നാണ്. ഓം ഹ്രീം ഉഗ്രവാരാഹ്യേ വജ്രഘോഷേ. പിന്നെയോ കാമേശി, കാമങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന കാമേശി കാമവരദേ, കാമേശി കാമവരദേ നമോ നമഃ എന്ന് ഒരു 148 പ്രാവശ്യം ജപിച്ചുകൊണ്ട് ഈ പ്രാവശ്യം നിങ്ങളുടെ ആവശ്യം അമ്മയോട് പറയൂ. പുലർച്ച ചെയ്യാൻ പറ്റുന്നവർ പുലർച്ച ചെയ്യൂ, രാത്രി ചെയ്യാൻ പറ്റുന്നവർ രാത്രി ചെയ്യൂ. കടം കൊണ്ട് വലയുന്നവർ, കഷ്ടതകൾ അനുഭവിക്കുന്നവർ, സ്ഥലക്കച്ചവടം നടക്കാത്തവർ, എല്ലാവരുടെയും എല്ലാ കഷ്ടനഷ്ടങ്ങളും ഈ വാരാഹി പൂജയിലൂടെ മാറട്ടെ. ഈ പഞ്ചമി ദിവസം എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുവാൻ ഒരു നിമിത്തമായി തീരട്ടെ. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി.